പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിക്കെതിരെ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയത് എന്നും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരായ പരാമർശത്തെ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 10,000-ൽ താഴെ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ മോദി സന്ദർശനം നടത്തുന്നു. അവർ പരമോന്നത പുരസ്കാരം നൽകി ആദരിക്കുന്നു എന്നായിരുന്നു ഭഗവത് മാന്റെ ആക്ഷേപം. വിവരങ്ങൾ നൽകാനായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചിരിക്കുന്നത്? നിരുത്തരവാദപരവും ഖേദകരവുമായ പ്രസ്താവനയാണ് ഭഗവത് മാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അത്തരം സംഭാഷണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനത്തിനെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ അപഹസിക്കുന്ന തരത്തിലായിരുന്നു ഭഗവത് മാന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. അതായത് 10,000 മാത്രം ജനസംഖ്യ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള രാജ്യങ്ങളിലെത്തി പ്രധാനമന്ത്രി അവിടുത്തെ പരമോന്നത ബഹുമതികൾ ഏറ്റുവാങ്ങുകയാണ് എന്നുള്ളതായിരുന്നു ഭഗവത് മാന്റെ ആക്ഷേപം നിലനിന്നിരുന്നത്. അതേസമയം നമുക്കറിയാം ഇത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അവിടുന്ന് അടക്കം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അവിടെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള പരാമർശം സ്വാഭാവികമായും ഈ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിനുള്ള ബഹുമതി കുറയ്ക്കുവാനും ഈ അയൽ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതം ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഈ വിദേശ സന്ദർശനത്തിലൂടെ ഭാരതം ലക്ഷ്യമിട്ടത് ആഗോള ദക്ഷിണ രാജ്യങ്ങളുമായ ഒരു സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത്തരം നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്ന തരത്തിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അത്തരം സംഭാഷണങ്ങളാണ് ഒരു ഭാരതത്തിലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റ് സൗഹൃദ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോടുള്ള സൗഹൃദം അത് ഇല്ലാതാക്കുവാൻ വേണ്ടി ഉപകരിക്കും ഇത്തരം പ്രസ്താവന എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ആം ആദ്മിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്നതിനപ്പുറത്തേക്ക് ഭാരതത്തിന് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ ഇകഴ്ത്തുവാൻ മാത്രമായിരിക്കും ഈ ഭഗവത് മാന്റെ ഇത്തരം പരാമർശങ്ങൾ ഉപകരിക്കുക. ഒപ്പം തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഭാരതവുമായി കൈകോർക്കാൻ ഇനിയും കാത്തിരിക്കുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്ക് ഒരു തെറ്റായ സന്ദേശം കൂടി ഭഗവത് മാൻ നൽകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം തന്നെ വാർത്താ സമ്മേളനം നടത്തി ഭഗവത് മാന്റെ പരാമർശം ഖേദകരവും നിരുത്തരവാദപരവുമായ പരാമർശമാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം നടത്തിയ ആക്ഷേപങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് പ്രധാനമായും വിവരിക്കുന്നത്. അതായത് ഈ ജനസംഖ്യാ തരത്തിൽ നോക്കുമ്പോൾ ഈ ട്രിനാഡിലും അതേപോലെ തന്നെ ടൊബാഗോയിലും ഏതാണ്ട് 13.3 ലക്ഷം ജനങ്ങളാണ് താമസിക്കുന്നത്. ബ്രസീലിൽ ഏതാണ്ട് 21.11 കോടി ജനങ്ങൾ താമസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഈ ഒരു പരാമർശം അത് നിരുത്തരവാദവും അതേപോലെ തന്നെ ഖേദകരവുമായ പരാമർശം എന്നത് മാത്രമല്ല വസ്തുതകൾക്ക് നിരക്കാത്ത കൂടി പരാമർശമാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി നന്ദഗോപൻ.